പിന്നില്ലേ നമ്മളുടെ ഒരു 15, 16 അങ്ങനെ വന്ന് പിന്നെ ഒരു 20 അങ്ങനെയൊക്കെ എത്തണ ആ ഒരു പ്രായത്തിലില്ലേ, നമ്മളുടെ കൗമാര പ്രായത്തിൽ നമ്മൾക്ക് കുറച്ച് വാശിയും ദേഷ്യവും പിന്നെന്താ ക്ഷമയില്ലായ്മയും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അത് ആണായാലും പെണ്ണായാലും ഒക്കെ ഒത്തിരി പേരിൽ കാണുന്നതാണ്. ഞാനും അങ്ങനെ തന്നെ ഒരാളായിരുന്നു. അത്യാവശ്യം ദേഷ്യവും വാശിയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ ഒരു 30 കഴിഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ പതുക്കെ അതങ്ങ് പോകട്ടോ. അത് പോകുന്നത് നമുക്ക് പല സന്ദർഭങ്ങളിലാണ് മനസ്സിലാവുക. പെട്ടെന്ന് നമ്മൾ തന്നെ ചിന്തിക്കും, പണ്ടത്തെ പോലെ ദേഷ്യം എനിക്ക് വരാറില്ലല്ലോ, അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് എനിക്കിത്ര ക്ഷമ ഉണ്ടായേ എന്നൊക്കെ തോന്നും കേട്ടോ. അത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു പ്രധാനപ്പെട്ട ആ ഒരു ഘട്ടം എപ്പോഴും എത്രയെന്നറിയോ, നമ്മൾ കല്യാണം കഴിച്ചൊരു കുട്ടിക്കായി, ആ കുട്ടിക്കൊരു 4, 4.5, 5, 5.5, 6 അങ്ങനെ ഒരു പ്രായത്തിലെത്തണ കുട്ടികളുടെ അമ്മമാരായിരിക്കും പെട്ടെന്നത് മനസ്സിലാക്കുക. പണ്ടത്തെ നമ്മളല്ലല്ലോ ഇപ്പോഴത്തെ നമ്മളെന്ന്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, ഇത് നമ്മളുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ഈ വാര് കെട്ടി വെച്ചേക്കുന്നത് നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഡ്രസ്സ് ഞാനും അരയണ കൂടെയും കാർഡ്ബോർഡിൽ വെച്ചായിരുന്നു. അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു യെല്ലോ കളർ കവറും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് വന്നത് കേട്ടോ. മെയിനായിട്ട് ഞങ്ങളുടെ റൂം ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ, കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സൈഡ് നോക്കൂ, കേട്ടോ എങ്ങനെയുണ്ട്. ഈ റൂമിൽ 1 ഇഞ്ച് സ്ഥലം നമുക്ക് ഇരിക്കാൻ പോലും ഇല്ല. ഇതുണ്ടോ, ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ആരാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഹലോ, ഇതത്രയും കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നില്ല. എനിക്ക് എവിടെ നിന്ന് ഇത്ര ക്ഷമ കിട്ടിയെന്ന് എനിക്കറിയില്ല. സത്യം പറയാണ്, എനിക്കിതൊന്നും കണ്ടിട്ട് ദേഷ്യം വരുന്നില്ല, ഒരു വികാരം പോലും എനിക്കുണ്ടാവുന്നില്ല. ഇതിന് ശേഷം ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കാലോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ മനസ്സിൽ. നിങ്ങൾ എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഒരു 10% അമ്മമാർക്ക് നന്നായിട്ട് മനസ്സിലാവണില്ലേ. എങ്ങനെയുണ്ട് കഥ?